നമ്മൾ എവിടെയായിരുന്നു ലാസ്റ്റ് ടോപ്പിക് എടുത്തത്? ഫ്രാക്ഷന്റെ അഡീഷനും സബ്ട്രാക്ഷനും. എക്സാക്ട്ലി, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ അല്ലേ? അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ വരുന്ന സമയത്ത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയതാണ്. അതിൻ്റെ റീസൺ നമ്മൾ പിന്നീട് പറയും. അത് ശ്രദ്ധിച്ചാൽ പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോക്കുക, അഡീഷൻ സബ്ട്രാക്ഷൻ വരുന്ന സമയത്ത് സെയിം ഡിനോമിനേറ്റർ ആവുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. സെയിം ഡിനോമിനേറ്റർ ആവുമ്പോ ആൻസറിന്റെ ഡിനോമിനേറ്റർ സെയിം ആവും. എന്നിട്ട് ന്യൂമറേറ്റർ ഡീൽ ചെയ്താൽ മതി. അഡീഷൻ ആണെങ്കിൽ അഡീഷൻ ചെയ്യുക, സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ഷൻ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്തായിരുന്നു? ഡിഫറെന്റ് ഡിനോമിനേറ്റർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നാ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞോളൂ. ഡിഫറെന്റ് ഡിനോമിനേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ട്രിക്ക് ആണ് എന്ത്? ക്രോസ് മൾട്ടി. ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിഫറെന്റ് ഡിനോമിനേറ്റർ ആണെങ്കിൽ സെയിം ഡിനോമിനേറ്റർ ആക്കി മാറ്റണം. അതാണ് അതിന്റെ ട്രിക്ക്. പക്ഷെ അല്ല, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് വേണ്ട ഒരു ട്രിക്കാണ് സെയിം ഡിനോമിനേറ്റർ ആക്കാനും. അത് അങ്ങനത്തെ സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കി കാണാപ്പാഠം പഠിക്കുന്ന ഒരു ട്രിക്ക് മാത്രമാണ് എന്ത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അത് എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പിന്നീട് ഡിസ്കസ് ചെയ്യും. പറയുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ, പിന്നെ ഒരു നമ്പർ പിന്നെ ഒരു ഫ്രാക്ഷൻ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? അതേപോലെ ഒരു ഫ്രാക്ഷൻ ഒരു നമ്പർ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഒരു ചെറിയ ടെസ്റ്റ് തരാം. നിങ്ങൾക്ക് പെട്ടെന്ന് അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ചെറിയ ടെസ്റ്റ് കൊടുത്തോളൂ. അതിൽ ഞാൻ ഈ സബ്ട്രാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ല. കാരണം എന്താ, ഇവിടെ അഡീഷൻ എന്നുള്ളിടത്ത് സബ്ട്രാക്ഷൻ കൊടുക്കേണ്ട വ്യത്യാസമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നവും ഇല്ല അല്ലേ? അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് നോട്ടില്ല, ശ്രദ്ധിക്കുക. അപ്പൊ എന്താ വരുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2/3 plus 5. 2/3 plus 5. Second question 14/3 minus 3. Third question 2 minus 12/4. Sorry, 4 അല്ല, 8. Fourth question 7/4. തേർഡ് ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞോ. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന കാണുന്നുണ്ടോ? ഇല്ല. അയ്യോ, സ്ക്രീൻ ഷെയർ ചെയ്യാതെ ഞാൻ ഒരു സംഭവം ഡിസ്കസ് ചെയ്യില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ പറയണേ, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കണേ. സ്ക്രീൻ ഷെയർ ചെയ്യാണ്ട് ഞാൻ ഒരു സംഭവം നിങ്ങൾക്ക് എടുക്കൂല. ഓക്കെ, 2 minus 12/8, 7/4 minus 8/5. ചെയ്ത് കഴിഞ്ഞവർക്ക് യെസ് പറയാം. സാർ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞിട്ടാണ് മിസ് പറയേണ്ടത്? ഒരു ക്വസ്റ്റ്യൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട്.
തൊട്ട് മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 5 ക്വസ്റ്റ്യൻ നിന്നാണ് ഈ കാര്യങ്ങൾ വരുന്നത് കേട്ടോ. 4 ക്വസ്റ്റ്യൻ. സൻഹ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഇല്ല സാർ, ഇപ്പൊ എഴുതണുള്ളൂ. പെട്ടെന്ന്. ഒന്നാമത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞോ? എത്ര പേര് ചെയ്ത് കഴിഞ്ഞു? സർ ചെയ്തു. സൻഹ ചെയ്തോ? ശരിയാണോന്ന് അറിയില്ലെന്നോ? ഇന്നലെ പഠിച്ചത് എന്താ പിന്നെ? ഇന്നലെ 4 ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടല്ലേ? അത് ഇന്നലത്തെ ഫുള്ള് ക്ലാസ് നിങ്ങക്ക് കിട്ടിയില്ല. പിന്നെന്ത് പറ്റി? നല്ല പോലെ കിട്ടിയില്ല. ഞാന് പുറത്തല്ലേ, പിന്നെ പുറത്തു പോയി വീട്ടിലൊക്കെ എത്താനും നേരം വീണല്ലോ. അങ്ങനെയുള്ള ആളുകളൊന്നും അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല കേട്ടോ സൻഹ. ക്ലാസ് ഇരിക്കുകയാണെങ്കിൽ ശരിക്കും ഇരിക്കുക. എന്നാൽ റെക്കോർഡിങ് ചെയ്യാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ റെക്കോർഡ് ചെയ്യായിരുന്നു. ഓക്കെ. അപ്പൊ സൻഹ, പിന്നെ ഷൻസ, പിന്നെ തനയ, ഓരോരുത്തരും ആൻസർ പറഞ്ഞോളൂ. അവനവന്റെ ആൻസർ പറഞ്ഞോളൂ. തനയന്റെ ആൻസർ എത്രയാ? 17/3. ഷൻസ എത്ര ആൻസർ കിട്ടിയേ? 17/3. 17/3 തന്നെ. സൻഹ എത്ര കിട്ടിയേ? എനിക്ക് ആൻസർ ഒന്നല്ല. അപ്പൊ ഇന്നലെ ക്ലാസ് കണ്ടിട്ടില്ല. ഇന്നലെ ക്ലാസ്സിന്റെ ഒരു സംഭവം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ അതില്ലാണ്ട് നടക്കില്ല. ഇന്നലത്തെ ക്ലാസ് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇന്നലെ നമ്മൾ ചെയ്ത ആ ഒരു സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാണെങ്കിൽ ഇയാൾക്ക് പറയായിരുന്നു. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട എത്രയേ ഉള്ളൂ? 2/3. ഒന്നാമത്തെ 2/3 + 5. ആ 5നെ നമുക്ക് എന്താക്കി എഴുതാം? 2/3 + 5/1. 5 എന്ന് പറഞ്ഞാൽ 5/1 ആണ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രാക്ഷൻ ആഡ് ചെയ്യുകയാണെങ്കിലും സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലും ഡിഫറെന്റ് ഡിനോമിനേറ്റർ വന്നാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? 2 × 1 2 അല്ലെ? 2 × 1 2 ആണ്. പ്ലസ് ഇടുക 3 × 5 15 3 × 1 3. നമ്മളത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ അത് സന്നക്ക് തീരെ മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ഇൻഫോം ചെയ്യണേ. അപ്പോൾ 17/3 എന്ന് കിട്ടും. ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? സൻഹ ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടോ? മനസ്സിലായി. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. രണ്ടാമത്തെ ചോദ്യം ഓക്കെ. രണ്ടാമത്തെ ചോദ്യം 14/3 - 3 ആണ് അല്ലെ? അപ്പൊ 14/3 - 3/1 എഴുതാ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 14 14 ആണ്. മൈനസ് 3 × 3 9 ആണ്. ഓൾ ഡിവൈഡ് ബൈ 1 × 3 3 ആണ്. 14 - 9 എത്രയാണ്? പറഞ്ഞോളൂ. 14 - 9
5. 5 5/3 ആൻസർ കിട്ടിയത്. 5. Yes. ഓക്കെ, ആ ഇനി 2 മൈനസ് 12/8 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 2/1 മൈനസ് 12/8. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 8 2 ഇൻറ്റു 8 16 ആണ്, മൈനസ് 1 ഇൻറ്റു 12 12 ആണ്, ഓൾ ഡിവൈഡ് ബൈ 1 ഇൻറ്റു 8 8 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 16 മൈനസ് 12 4/8 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ആണ്. ഓക്കെ, വേണമെങ്കിൽ ഇതിനൊന്നും മുകളിലും താഴത്തും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അല്ല. ഇതും പക്ഷേ ഇത് മുകളിലും താഴത്തും ഈവൺ നമ്പർ ആണ്, രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാം. അപ്പം സൈഡിൽ വർക്കിംഗ് ക്വാളിറ്റി 4/8 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 2/4 എന്ന് കിട്ടും അല്ലേ. ശരിക്കും ഡിവൈഡ് ബൈ 4 ചെയ്യാം അല്ലേ സത്യം പറഞ്ഞാൽ. അപ്പൊ വീണ്ടും ഒന്നുകൂടെ ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 1/2 എന്ന് കിട്ടും. അല്ലെങ്കിൽ ഒരു ഒറ്റയടിക്ക് 4/8 ഏറ്റവും വലുത് എടുക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് ചെറുതാവും. 4 കൊണ്ട് രണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ 4/4 1 ആണ്, 8/4 2 ആണ്. ഇതാവുമ്പോൾ 2 സ്റ്റെപ്പിൽ ചെയ്യണം, ഇതാവുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ ചെറുതാക്കാം. അപ്പൊ വേണമെങ്കിൽ നമുക്ക് 1/2 ഇത് ശരിയാണ്, പക്ഷെ ലോസ്റ്റ് ഫോമിലാക്കുന്നത് സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ 1/2 ചെറുതാക്കാം. മുകളിലും താഴത്തും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ലോസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ പറ്റും അല്ലെ. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ 7/4 മൈനസ് 8/5 ആണ് അല്ലെ. ഇതെന്ത് ചെയ്താൽ ഡിഫറെന്റ് ഡിനോമിനേറ്റർ ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പഠിച്ചിട്ടുണ്ട്. 7 ഇൻറ്റു 5 35 മൈനസ് 4 ഇൻറ്റു 8 32 ഹോൾ ഡിവൈഡ് ബൈ 4 ഇൻറ്റു 5 20. എത്ര ആൻസർ വരുന്നത് പറഞ്ഞോളൂ? 3/20. ഇത്രയേ ഉള്ളൂ. അപ്പോ ഫ്രാക്ഷൻ ഇനി അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഈസിയാണ് അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നേരെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനോടും. ഡിവിഷൻ വരുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റിയ ശേഷം വരുന്ന ആളുടെ റെസിപ്രോക്കൽ എടുക്കുക. ഫോർ എക്സാമ്പിൾ 5/2 ഡിവൈഡഡ് ബൈ 7 അല്ലെങ്കിൽ 7/4 എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് 5/2 ഇൻറ്റു ആക്കാം, എന്നിട്ട് 7/4 റെസിപ്രോക്കൽ 4/7, എന്നിട്ട് നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആകെ പ്രശ്നം വരുന്നത് എവിടെയാണ്? അഡീഷനും സബ്ട്രാക്ഷനും വരുമ്പോഴാണ്. അഡീഷൻ സബ്ട്രാക്ഷൻ വരുമ്പോൾ ഡിഫറെന്റ് ഡിനോമിനേറ്റർ ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, സെയിം ഡിനോമിനേറ്റർ ആണെങ്കിൽ അതുപോലെ ഉത്തരം ഡിനോമിനേറ്റർ സെയിം ആക്കി എഴുതുക, എന്നിട്ട് ന്യൂമറേറ്റർ ഡീൽ ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഓൾ നമ്പറും ഒരു ഫ്രാക്ഷനും വരുമ്പോൾ ബൈ 1 ഇട്ടിട്ട് സാധാ പോലെ ചെയ്താൽ മതി. അത് ഓർമ്മയിൽ ഉണ്ടാവണം. ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ ആണ്. ഇനി നമ്മൾ എങ്ങോട്ട് പോവാണ്? ഈ ഫ്രാക്ഷന്റെ കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമലിനെ പറ്റി ഒരു ധാരണ വേണം. അപ്പൊ ഡെസിമൽസ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തോളൂ. ഡെസിമൽ നമ്പേഴ്സ്. ഒരു മിനിറ്റ്. ഡെസിമൽസ് എന്ന് പറഞ്ഞാൽ മതി. നമ്പേഴ്സ് ഡെസിമൽ നമ്പേഴ്സിനെ പറ്റി നല്ല ധാരണ വേണം നിങ്ങൾക്ക്. പക്ഷെ ഫസ്റ്റത്തെ ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഈ ഡെസിമൽ നമ്പേഴ്സിനെ പറ്റി അറിയുന്നവർക്ക് കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാലോ, നമ്മുടെ നമ്പർ ഫാമിലീസ് നമുക്കറിയാം. എന്തൊക്കെയായിരുന്നു നമ്മുടെ നമ്പർ ഫാമിലീസ്? കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെ. അതൊന്നും എഴുതണ്ട കേട്ടോ, ഇതൊന്നും എഴുതണ്ട. കൗണ്ടിങ് നമ്പേഴ്സ് മറ്റൊരു പേര്, കൗണ്ടിങ് നമ്പേഴ്സിന്റെ മറ്റൊരു പേര് എന്തായിരുന്നു? നാച്ചുറൽ നമ്പേഴ്സ്. സൻഹക്ക് അറിയോ കൗണ്ടിങ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഈ ഒരു ഫാമിലിയിൽപ്പെട്ട നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 4 എക്സെട്ര അല്ലെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാമിലി ആണ്. ഇത് നമ്പർ ഫാമിലീസ് ആണ്. ഇത് എപ്പോ എഴുതിയെടുക്കല്ലേ, ഞാൻ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എഴുതിയെടുത്താൽ മതി. നമ്പർ ഫാമിലീസ്. അതിൽ ഫസ്റ്റ് ഫാമിലി വേണ്ടേ? ഓക്കെ, അതിൽ ഫസ്റ്റ് ഫാമിലി കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്. സെക്കൻഡ് ഫാമിലി ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേക ആയിട്ടൊരു ഫാമിലി പറയുന്നില്ല. അതിൽ 0 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ നമ്പേഴ്സ് ആയി. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇൻറ്റീജേഴ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റീജേഴ്സ്
ഇന്റീജേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അത് എപ്പോഴും മാത്സ് ബുക്കിൽ കാണാം. ഇന്റീജേഴ്സ് എന്ന് കണ്ട എന്താ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത്? ഞാൻ ആർക്കെയോ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അല്ല, എന്താ പറയാ, നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഉള്ള ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഓർമ്മയുള്ളവർക്ക് പറയാം. എന്താ ഇന്റീജേഴ്സ്? കൗണ്ടിങ് നമ്പേഴ്സും സീറോയും കൗണ്ടിങ് നമ്പേഴ്സിന്റെ നെഗറ്റീവ്സും, ഇത്രയേ ഉള്ളൂ. കൗണ്ടിങ് നമ്പേഴ്സിന്റെ നെഗറ്റീവ്സും പിന്നെ സീറോയും ചേർന്നതാണ് ഇന്റീജേഴ്സ്. ക്ലിയർ ആണോ? അപ്പൊ കൗണ്ടിങ് നമ്പേഴ്സ് 1 2 3 4 എക്സെട്ര അങ്ങനെ ഇൻഫിനിറ്റി പോവും. പിന്നെ സീറോ കൗണ്ടിങ് നമ്പർ അല്ലല്ലോ. പിന്നെ കൗണ്ടിങ് നമ്പേഴ്സിന്റെ നെഗറ്റീവ് അതെന്താ? -1 -2 -3 -4 എക്സെട്ര -5 അതൊക്കെ അതിൽ ഉൾപ്പെടും. ഈ ഒരു വലിയ ഫാമിലിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റിജേഴ്സ് എന്ന് പറയാ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? അപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കാണ്, നിങ്ങൾ 9th ആണല്ലേ, എന്താണ് ഇന്റീജർ എന്ന് വെച്ചാൽ എന്താണ് തനിയെ പറയാ? നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പ്രശ്നം എന്താ അറിയോ? -5.2 ഇതൊരു നെഗറ്റീവ് നമ്പറാ, പക്ഷെ ഇന്റീജർ അല്ല. ഇപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം കൗണ്ടിങ് നമ്പേഴ്സ് നിന്ന് തുടങ്ങിക്കോളി. കൗണ്ടിങ് നമ്പേഴ്സും സീറോയും കൗണ്ടിങ് നമ്പേഴ്സിന്റെ നെഗറ്റീവ്സും അങ്ങനെ പറഞ്ഞു. എല്ലാ നെഗറ്റീവ് നമ്പറും ഇന്റീജർ അല്ല. കൗണ്ടിങ് നമ്പറും, അതാ ഞാൻ ആദ്യം കൗണ്ടിങ് നമ്പറിനെ പരിചയപ്പെടുത്തി തന്നാ പറയാൻ സുഖമാണല്ലോ. കൗണ്ടിങ് നമ്പേഴ്സ് ഓർ നാച്ചുറൽ നമ്പേഴ്സ്, അത് ആദ്യം തന്നെ പരിചയം. അപ്പൊ അത് വെച്ചിട്ട് പറഞ്ഞാൽ മതി. ഇന്റീജേഴ്സ് അത് വെച്ചിട്ട് പറഞ്ഞാൽ മതി. എന്താ? കൗണ്ടിങ് നമ്പേഴ്സും സീറോയും കൗണ്ടിങ് നമ്പേഴ്സിന്റെ നെഗറ്റീവ്സും ചേർന്നതാണ് ഇന്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്ലാപ്പ് ചെയ്യും. എന്നാ ഒന്ന് ഷൻസ പറഞ്ഞു നോക്കൂ, എന്താണ് ഇന്റീജേഴ്സ്? കൗണ്ടിങ് നമ്പേഴ്സും സീറോയും കൗണ്ടിങ് നമ്പേഴ്സിന്റെ നെഗറ്റീവ് നമ്പേഴ്സും കൂടിയും ചേർന്നതാണ് ഇന്റീജേഴ്സ്. സൻഹ ഒന്ന് പറഞ്ഞേ. സൻഹ പോയോ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. പറഞ്ഞോളി. കൗണ്ടിങ് നമ്പേഴ്സും ഇൻക്ലൂഡിംഗ് സീറോ ആൻഡ് കൗണ്ടിംഗ് നമ്പേഴ്സിന്റെ നെഗറ്റീവ്. അവിടെ ഒരു ഇൻക്ലൂഡിംഗ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കൗണ്ടിംഗ് നമ്പേഴ്സും സീറോയും കൗണ്ടിംഗ് നമ്പേഴ്സിന്റെ നെഗറ്റീവ്സും ചേർന്നതാണ് ഇന്റീജേഴ്സ്. ക്ലിയർ അല്ലേ? പിന്നെ നമുക്ക് വരുന്ന പേര് ആരാന്ന് അറിയോ? നിങ്ങൾക്ക് അറിയോ? അറിയെങ്കിൽ പറയാം. റാഷണൽ നമ്പേഴ്സ്. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചാണ് റാഷണൽ നമ്പേഴ്സ് എന്ന്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് എഴുതണം. അത് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്കാൻ പറ്റില്ല. അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണത്. കാരണം ഇതൊക്കെ റാഷണൽ നമ്പേഴ്സ്, മുകളിൽ പറഞ്ഞ എല്ലാവരും ഈ ഇന്റീജേഴ്സിൽ ഉൾപ്പെടുന്നതാണല്ലോ കൗണ്ടിങ് നമ്പേഴ്സ്. അപ്പൊ ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു ഫാമിലിയാണ് റാഷണൽ നമ്പേഴ്സ്. ഈ ഇന്റീജേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, ഇതിന്റെ ഇടയിൽ വരുന്ന ഡെസിമൽ നമ്പേഴ്സ് ഒന്നും എന്തിൽ പെടില്ല? റാഷണൽ നമ്പേഴ്സ് പെടില്ല. പക്ഷേ ഇന്റീജേഴ്സിൽ പെടില്ല. അതായത് ഫോർ എക്സാമ്പിൾ -2ന്റെയും -1ന്റെയും ഇടയിലാണ് -1.5 എന്ന് പറഞ്ഞ നമ്പർ. ഇത് ഇന്റീജർ ആണോ? അല്ല. കാരണം -1 കഴിഞ്ഞാൽ അടുത്ത -2 ആണ്. അതിന്റെ ഇടയിലുള്ള ഡെസിമൽ നമ്പർ ഒന്നും എന്തിൽ കൂട്ടാൻ പറ്റില്ല? ഇന്റീജേഴ്സിൽ കൂട്ടാൻ പറ്റില്ല. ഐഡിയ ക്ലിയർ ആണോ? എന്നാൽ അത് റാഷണൽ നമ്പേഴ്സിൽ കൂട്ടാൻ പറ്റും. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള ഡെസിമൽ നമ്പേഴ്സും ഉൾപ്പെടുന്ന ഒരു ഫാമിലി. എല്ലാ ഡെസിമൽ നമ്പേഴ്സും വരുന്നില്ല കേട്ടോ. പക്ഷെ എങ്ങനെയാ റാഷണൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ പറയാ? റാഷണൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ എങ്ങനെയാ പറയാ? Rational numbers are the numbers that can be represented in the form a by b, where a and b are integers. These numbers, the numbers that can be, അതിങ്ങനെ ഒന്ന് കളക്ട്, ഇതേപോലെ കോമറ്റ് എഴുതാൻ പറ്റില്ല. ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ഒക്കെ ഇതിൽ വരും. അതുകൊണ്ട് വെറുതെ നമുക്കൊരു പാറ്റേൺ കിട്ടൂല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഡെഫിനിഷൻ ആയിട്ട് എഴുതാനേ പറ്റുള്ളൂ. ദ നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ ഫോം a by b അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഫോം അല്ലേ? a by b. ദ നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ ദ ഫോം a by b അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഫോം where a and b are integers. എയും ബിയും ഇന്റീജേഴ്സ്,
മാത്രമല്ല ബി നോട്ട് ഈക്വൽ, ബി ഒരിക്കലും 0 ആവാൻ പാടില്ല. കാരണം ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാലേ ഇപ്പൊ 5/0 എന്താ വാല്യൂ പറഞ്ഞോളൂ. 5/0 എന്താ വാല്യൂ? 0/5 എന്താ വാല്യൂ? ആർക്കും അറിയില്ലേ? 0/5ന്റെ വാല്യൂ എന്താ? 0/5ന്റെ വാല്യൂ 0 ആണ്. പക്ഷെ 5/0 നമ്മളെ മാത്സിന് അറിയില്ല, അൺഡിഫൈൻഡ് ആണ്. 0യിൽ എത്ര 5 ഉണ്ട്? ഒറ്റൊന്നും ഉണ്ടാവില്ല അല്ലെ? 0യിൽ ഒരു 5 ഉണ്ടാവില്ല, അതാണ് ഒറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞത്. 5ൽ എത്ര 0 ഉണ്ട്? അത് നമുക്ക് പറയാൻ പറ്റില്ല, അൺഡിഫൈൻഡ് ആണ്, നമുക്കത് പറയാൻ പറ്റില്ല. അപ്പൊ 5/0 എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആണ്. 0/5 അപ്പൊ എപ്പോ ഒരു ഫ്രാക്ഷൻ എഴുതി കഴിഞ്ഞാലും താഴെ എഴുതുന്ന ആള് 0 ആവാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അതും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൂടുതൽ പറയാം, ആർ ഇന്റീജേഴ്സ് വെർ ബി നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ അത് ഡെഫിനേഷൻ കോംപ്ലിക്കേറ്റഡ് ആവും തോന്നുന്നുണ്ട്, ഞാൻ എത്രയും പറയുന്നുള്ളൂ. ഒന്ന് വായിച്ചേ, ഷൻസ് ഒന്ന് വായിച്ചേ. The numbers പെട്ടെന്ന് പറയും. Represented in the numbers that can be represented in the form A by B, where A and B are integers. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ സൻഹ, 7/4 ഇതൊരു റാഷണൽ നമ്പർ ആണോ? ആണ്. 7 ഒരു റാഷണൽ നമ്പർ ആണോ? അതെങ്ങനെ 7 റാഷണൽ നമ്പർ ആവാ? അത് എന്താ പറയാ, എല്ലാ നമ്പേഴ്സ്, കൗണ്ടിങ് നമ്പേഴ്സ് ഒക്കെ റേഷൻ നമ്പേഴ്സിൽ. പക്ഷെ അതെങ്ങനെ ഈ ഡെഫിനിഷനോട് എങ്ങനെയാണ് അത് നീതി പുലർത്തുക? ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലോ. 7/1 നമുക്ക് എന്ത് വേണമെന്നില്ല, ഫ്രാക്ഷൻ ഫോമില് കാണണമെന്നില്ല. റാഷണൽ നമ്പേഴ്സിനെ ക്യാൻ ബി റെപ്രസെന്റഡ് എന്നാണ്, അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ മതി അല്ലെ? ഇപ്പൊ 7 എന്ന് പറഞ്ഞാൽ നോക്കുമ്പോ ഫ്രാക്ഷൻ ഫോമിൽ വേണമെന്നില്ല, പക്ഷെ ഫ്രാക്ഷൻ ഫോമിൽ ആക്കാൻ പറ്റിയാൽ മതി. ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് എന്നാണ്. അതായത് 7 നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 21/3 എന്ന് എഴുതിക്കൂടെ, അല്ലെങ്കിൽ 7/1 എന്ന് എഴുതിക്കൂടെ. അപ്പൊ എല്ലാ ഇന്റീജേഴ്സും എന്തായിട്ട് പെടും? ബൈ 1 ഇട്ട് കൊടുത്താൽ ഏത് ഫോമിലായി? ഫ്രാക്ഷൻ ഈ ഫോമിലായി. അപ്പൊ എല്ലാ ഇന്റീജേഴ്സും റാഷണൽ നമ്പേഴ്സ് ആവുന്നു എന്നുള്ളത് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഐഡിയ ക്ലിയർ അല്ലേ? അപ്പൊ വെറുതെ 7 എന്ന് പറഞ്ഞത് ഒരു റാഷണൽ നമ്പർ ആണ്. ഇനി 7.5 തന്നെയാ റാഷണൽ നമ്പർ ആണോ? ഇല്ല. ആണ്. 7.5 നമുക്ക് 75/10 എന്ന് എഴുതാം 7.5. അപ്പൊ മുകളിലും താഴത്തെ ഒരു ഇന്റീജർ എന്നുള്ള നിലയ്ക്ക് അതിനെ A/B ഫോമിൽ എഴുതാൻ പറ്റി. അപ്പോൾ 7.5 അതായത് ഇന്റീജറിൽ ഉൾപ്പെടുമായിരുന്നോ 7.5? 4 കഴിഞ്ഞ് 5 കഴിഞ്ഞ് 6 കഴിഞ്ഞ് 7 കഴിഞ്ഞ് 8 അല്ലെ? 7 കഴിഞ്ഞ അടുത്ത ഇന്റീജർ 8. പക്ഷെ റാഷണൽ നമ്പർ ആണെങ്കിൽ 7.5 ഒക്കെ റാഷണൽ നമ്പർ ആണ്. ഇതിന്റെ ഇടയിലുള്ള ഡെസിമൽ നമ്പേഴ്സും എന്ത് തന്നെയാണ് റാഷണൽ നമ്പേഴ്സ് ആണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? പറയുന്നത് ക്ലിയർ ആണോ? അപ്പൊ 7.52 ഇത് റാഷണൽ നമ്പർ ആണോ? 7.5 75/10 ആണ്. ഓക്കെ, അപ്പൊ റാഷണൽ നമ്പർ ആണ്. 7.52 ഇത് റാഷണൽ നമ്പർ ആണോ? എങ്ങനെയാ ഫ്രാക്ഷൻ ആക്കി എഴുതുക അതിനെ? 752/100 എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആണോ? 2 ഡെസിമൽ പ്ലേസ് വരുമ്പോ /100 എന്ന് എഴുതിയാൽ മതി ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കാൻ. ഇനി 7.523 ഇതൊന്ന് ഫ്രാക്ഷൻ ഫോമിൽ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? 7.523 1000 ആക്കിയാലോ? വെരി ഗുഡ്. 7.523 ഹോൾ ഡിവൈഡ് ബൈ 1000 എന്ന് എഴുതാൽ മതി. ഐഡിയ ക്ലിയർ അല്ലേ? ഇനി അടുത്ത 7.5234 7.5234/10,000 എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇതൊക്കെ ഇത്തരം നമ്പേഴ്സുകളൊക്കെ ഡെസിമൽ നമ്പേഴ്സുകളൊക്കെ ഏതിൽ പെടുന്നതാണ്? ഇത്തരം ഡെസിമൽ നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 9th വരുമ്പോ 7.1111 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ഉണ്ട്. അതായത് അത് തന്നെ 1111 ഇങ്ങനെ എത്രയേ ഉള്ളെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെയാണെങ്കിൽ എന്താ നിങ്ങൾ എഴുതുക? 7111 ഡിവൈഡ് ബൈ 1000 എന്ന് എഴുതിയാൽ മതി. പറയുന്നത് ക്ലിയർ ആണോ? എന്നാൽ വേറൊരു ടൈപ്പ് നമ്പർ ഉണ്ട് 7.111 തുടർന്ന് പോകും.
അങ്ങനെ തന്നെ വരുന്ന നമ്പേഴ്സ്. അത്തരം നമ്പേഴ്സിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കാനാണ് നിങ്ങൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണിത്. അപ്പൊ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കാൻ പറ്റും. ഓക്കെ ആണോ? ഇത് ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കുക എന്നുള്ളത് ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞത്. അപ്പൊ ഇതും നമുക്ക് a/b ഫോമിലേക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇത് ഏത് റാഷണൽ നമ്പർ ആണ്? ഒന്നുകൂടെ പറയാം, 5.222. ഇത് ഫ്രാക്ഷൻ ഫോമിലേക്ക് ഒന്ന് പറയാൻ പറ്റും. 22 ഫ്രാക്ഷൻ ഫോമിലേക്ക് ഒന്ന് പറയാൻ പറ്റും പെട്ടെന്ന്? 5/100. 5/100 അല്ല, 522/100. ആ ഡെസിമൽ ഒഴിവാക്കിയിട്ട് മുകളിൽ എഴുതുക. ബൈ 100. ക്ലിയർ ആണല്ലോ? എന്നാ വേറെ, അപ്പൊ ഇതെന്താണ്? ടെർമിനേറ്റിംഗ് ആണ്. ഇത് ഡെസിമൽ പ്ലേസ് ഉണ്ടല്ലോ. ഡെസിമൽ പ്ലേസ് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 2 ഡെസിമൽ പ്ലേസ് ആണുള്ളത്. ഓക്കെ ആണോ? അപ്പോ അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്. 2 ഡെസിമൽ പ്ലേസ്. എന്നാൽ ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര ഡെസിമൽ പ്ലേസ്, അങ്ങനത്തെ നമ്പേഴ്സ് വരാം. ഫോർ എക്സാമ്പിൾ 5.222 ഇങ്ങനെ കുത്ത്. അതായത് വീണ്ടും അതിനെ നമുക്ക് ചുരുക്കി എങ്ങനെ എഴുതാന്നറിയോ? 5 എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നത് അതിന്റെ മുകളിൽ ഡാഷ് ഇട്ട് കൊടുക്കുക. 5.2 ഡാഷ്. പറയുന്നത് ക്ലിയർ ആണോ? അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് ഡെസിമൽ നമ്പർ കൂടെ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് വിളിക്കാം ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ ആണ്. ഞാൻ നോട്ട് തരൂ കേട്ടോ. ടെർമിനേറ്റിംഗ്. എന്താ ടെർമിനേറ്റ് എന്ന് പറഞ്ഞാല് അവസാനിക്കുന്ന എന്നുള്ള അർത്ഥമാണ്. ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പർ. ഇത് അവസാനിക്കുന്നുണ്ടോ? 2 അങ്ങനെ പോവല്ലേ? അപ്പൊ അതിനെ എന്ത് വിളിക്കും? ടെർമിനേറ്റ് ചെയ്യുന്നില്ലാതെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നോൺ ടെർമിനേറ്റിംഗ്. പക്ഷെ നോൺ ടെർമിനേറ്റിംഗ് ആണ്. പക്ഷെ അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? നോൺ ടെർമിനേറ്റിംഗ് ആണ്, പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. പറയാൻ പറ്റുമോ? ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? 2 റിപ്പീറ്റ് അല്ലേ? 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റിപ്പീറ്റിംഗ് ആണ്. അപ്പൊ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞ ടൈപ്പിൽ പെടുന്ന ഡെസിമൽ നമ്പർ ആണ് ഇയാള്. അയാളെ നമുക്ക് ഏതാക്കി എഴുതാൻ പറ്റും എന്നറിയോ? a/b ഫോമിൽ എഴുതാൻ പറ്റും. അത് നിങ്ങൾ 9th പഠിക്കാൻ പോകുന്നതാണ്, ഫസ്റ്റ് ചാപ്റ്ററിൽ. അയാളും ഏത് ഇതിൽ പെടുന്നതാണ്? റാഷണൽ നമ്പേഴ്സിൽ പെടുന്നതാണ്. അപ്പൊ ഒന്നുകൂടെ പറയാം, ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള എല്ലാതും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഫ്രാക്ഷനിലേക്ക് ആക്കാൻ പറ്റും. ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഏതും നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. 12.74 പെട്ടെന്നൊന്ന് പറഞ്ഞേ. ഇത് ടെർമിനേറ്റിംഗ് ആണ്. ഇത് എന്തുകൊണ്ട് അതിനെ ടെർമിനേറ്റിംഗ് എന്ന് വിളിച്ചത് ഷൻസ? എന്തുകൊണ്ട് അതിനെ ടെർമിനേറ്റിംഗ് ഡെസിമൽ എന്ന് വിളിച്ചത്? അയ്യോ, ഓഡിയോ ക്ലിയർ അല്ല. നീ ഇന്ററാക്ട് ചെയ്യാൻ നിനക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം എന്നറിയോ? ഈ സംഭവം ഒഴിവാക്കിയിട്ട് സാധാരണ നല്ലൊരു ഹെഡ്ഫോൺ വാങ്ങിക്കോ. ഒരു 1000 റുപ്പീസിന്റെ അടുത്ത് വരും. നല്ല ഹെഡ്ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ക്ലാസ്സിലിരിക്കുക. അടിപൊളിയായിട്ട് ഈ വർഷം മൊത്തം ക്ലാസ്സിലിരിക്കുക. നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാം. അത് വേണ്ടി വരും കേട്ടോ. അത് ശ്രദ്ധിക്കുക. നിന്റെ ശബ്ദം വളരെ ഫീബിൾ ആയിട്ട് നമുക്ക് കേൾക്കുന്നുള്ളൂ. വേറൊരാൾ പറഞ്ഞേ, തനയെ പറഞ്ഞേ. 12.74 അല്ല, ഫ്രാക്ഷൻ. ഇത് എന്തുകൊണ്ട് ഇത് ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണ്? ഇതിന് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് ഉണ്ട് എന്നാണ് പറയേണ്ടത്. എന്താണ് ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? ഇതിന് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 2. അത് നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതല്ലേ? എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതിനെയാണ് ഫൈനൈറ്റ് എന്ന് പറയാ. ഫൈനൈറ്റ്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നത്. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത് എന്താ ഇംഗ്ലീഷ് പറയാ? ഇൻഫിനൈറ്റ് എന്നോ ഇൻഫിനിറ്റ് എന്നൊക്കെ പറയാം അല്ലെ? എന്താ അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് നോക്കൂ നിങ്ങൾ. ഇൻഫൈനൈറ്റ്. അപ്പം ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ആണെങ്കിൽ അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ പ്ലേസ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനെ ഫ്രാക്ഷണൽ ഫോമിലേക്ക് ആക്കാൻ പറ്റും. എങ്ങനെയാ? 12 പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. 1274 all divided by 2 ഡെസിമൽ പ്ലേസ് അല്ലേ? അപ്പൊ 100, 2 പൂജ്യം കൊടുത്താൽ മതി. 100. ഈസി അല്ലേ? എന്നാൽ മറ്റൊരു ടൈപ്പ് ആണെന്ത്? ഇൻഫിനിറ്റ് ഡെസിമൽ പ്ലേസ് വരുന്ന നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്. നോൺ ടെർമിനേറ്റിംഗിൽ തന്നെ റിപ്പീറ്റിംഗ് വന്നാൽ നിങ്ങൾക്ക് a/b ഫോമിൽ എഴുതാൻ പറ്റും. ശ്രദ്ധിക്കുക, നോൺ ടെർമിനേറ്റിംഗിൽ റിപ്പീറ്റിംഗ് വന്നില്ലെങ്കിലോ? 1.2, 7, 1, 4, 3 അങ്ങനെ ഡിഫറെന്റ് നമ്പേഴ്സ് ആണ് വരുന്നെങ്കിലോ ഇതിനെ നമുക്ക് a/b ഫോമിൽ എഴുതാൻ പറ്റില്ല. അപ്പൊ അത് ഏതിൽ ഉൾപ്പെടുന്നതാണ്?
എ ബൈ ബി ഫോമിൽ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അത് പുതിയൊരു വിഭാഗത്തിൽ പെടുന്നതാണ് എന്ത്, ഇറാഷണൽ നമ്പർ എന്ന് പറയും. അത് നിങ്ങൾ പഠിക്കും. ഫോർത്ത് എഴുതി വെക്കണ്ട, ഇറാഷണൽ. അത് എ ബൈ ബി ഫോമിൽ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അത് എന്താണ്, ഇറാഷണൽ നമ്പർ ആണ്. അത് പറ്റാത്തതാണ് എന്ത്, നോൺ ടെർമിനേറ്റിംഗ് ആണ്. പക്ഷെ നോൺ ടെർമിനേറ്റിംഗ് ആണ്, അവസാനിക്കുന്നില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നോൺ റിപ്പീറ്റിംഗ് കൂടിയാണ്. എന്താണ് ഈ വിഭാഗത്തിന്റെ പേര് ഒന്ന് പറഞ്ഞുതരോ, ഉറക്കെ പറഞ്ഞുതരോ? ഈ ഒരു ടൈപ്പ് ഡെസിമൽ നമ്പറിന്റെ പേരെന്താണ്? ഈ ഒരു ടൈപ്പ് ഡെസിമൽ നമ്പറിന്റെ പേരെന്താണ്? അവസാനിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നോൺ ടെർമിനേറ്റിംഗ്. നോൺ ടെർമിനേറ്റിംഗ്. ഓക്കെ. ഇനി എന്തെങ്കിലും റിപ്പീറ്റേഷൻ വരുന്നുണ്ടോ? ഒരു ഇത്ര നമ്പർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? ഇല്ല. നോൺ റിപ്പീറ്റിംഗ്. അപ്പൊ ഇത് വേറൊരു ടൈപ്പ് ഡെസിമൽ നമ്പർ ആണ്. അപ്പൊ എത്ര ഡെസിമൽ നമ്പർ നിങ്ങൾ പഠിച്ചു? എത്ര ടൈപ്പ് ഡെസിമൽ നമ്പർ നിങ്ങൾ പഠിച്ചു? ഞാനിപ്പോ വട്ടട്ടത് വായിച്ചാൽ മതി. എത്ര ടൈപ്പ് ഡെസിമൽ നമ്പർ പഠിച്ചു? പെട്ടെന്ന് പറ. 3 ടൈപ്പ്. ഏതൊക്കെയാണ്? ടെർമിനേറ്റിംഗ്. അയ്യോ, എല്ലാവരും ഒരുമിച്ച്, എല്ലാവരും ശബ്ദം കേൾക്കട്ടെ. ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്, നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ്. അത് ഒരുമിച്ച് പറയണേ. നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്. അങ്ങനെ 3 വിഭാഗമാണ്. ഇതിൽ ആരെയാണ് നമുക്ക് റാഷണൽ നമ്പേഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്? എല്ലാ ഡെസിമൽ നമ്പേഴ്സും പോയിട്ട് റാഷണൽ നമ്പർ എന്ന് പറയാൻ പറ്റില്ല. ഇതില് ആരൊക്കെയാണ് നമുക്ക് റാഷണൽ നമ്പർ എ ബൈ ബി ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്? ടെർമിനേറ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോൺ ടെർമിനേറ്റിംഗിൽ 9ാം ക്ലാസ്സിൽ പഠിക്കും. പക്ഷെ ഇയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല, എ ബൈ ബി ഫോമിൽ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് എന്തിൽ പെടില്ല? റാഷണൽ നമ്പേഴ്സിൽ പെടില്ല. അയാള് പുതിയൊരു വിഭാഗമാണ്. അയാൾ ആരാണ്? ഇറാഷണൽ നമ്പേഴ്സ് ആവും. പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് പറയുന്ന സമയത്ത്, അപ്പോ ഡെസിമൽ നമ്പേഴ്സ് നിങ്ങൾ ഇതിന്റെ നോട്ടൊന്നും എഴുതിയിട്ടില്ലല്ലോ. നിങ്ങൾ ഡെസിമൽ നമ്പേഴ്സ് ഹെഡിങ് എഴുതിയിരുന്നോ? ഡെസിമൽ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിന്റെ താഴെ നമുക്കൊരു ഫ്ലോ ചാർട്ട് വരയ്ക്കാം. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ നമ്മളെ ഡെസിമൽ നമ്പേഴ്സിനെ 3 വിഭാഗമാക്കാം അല്ലെ? ഏതൊക്കെയാ? ഒന്ന് ഇങ്ങോട്ട് ഏരോ മാർക്ക് ഇട്ടിട്ട് ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്, ഒരു ബോക്സിലാക്കി കൊടുക്കുക. ആദ്യം എഴുതിയതിന് ശേഷം ബോക്സ് ആക്കി, എൻ്റെ കൂടെ തന്നെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ബോക്സ് ആക്കുക. അടുത്തത് നോൺ ടെർമിനേറ്റിംഗ്. നോൺ ടെർമിനേറ്റിംഗിൽ റിപ്പീറ്റിംഗ്. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ് അങ്ങനെ കൊടുക്കുക അല്ലെ? ഡെസിമൽ നമ്പേഴ്സും കൂടെ ഡെസിമൽ നമ്പേഴ്സ്. അടുത്ത ഡേഞ്ചർ സോൺ ആണ് അടുത്തത്. നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്. ഡെസിമലിന്റെ സ്പെല്ലിംഗ് തെറ്റരുത്, DECI ഡെസിമൽ നമ്പേഴ്സ്. അങ്ങനെ 3 ടൈപ്പ് ഡെസിമൽ നമ്പർ ഉണ്ടെന്ന് ഓരോ കുട്ടികൾക്കും അറിഞ്ഞിരിക്കണം. എഴുതി വെച്ചോ?
terminating decimal numbers, non-terminating repeating decimal numbers, non-terminating non-repeating decimal numbers. എല്ലാത്തിനും ഓരോ ഉദാഹരണം വെച്ച് എഴുതിയേ. എക്സാമ്പിൾ 52.3, രണ്ട് ഉദാഹരണം എഴുതുക അല്ലേ. 5.472, രണ്ട് ഉദാഹരണം എഴുതിക്കോളൂ. ഇവിടെ ഒരു എക്സാമ്പിൾ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. അത് ഓരോരുത്തരും ഓരോ എക്സാമ്പിൾ പറഞ്ഞേ. ആദ്യം തനയെ പറഞ്ഞോളൂ ഒരു എക്സാമ്പിൾ. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ്. 5.2 ആരാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? 2 അല്ല റിപ്പീറ്റ് ചെയ്യുന്നത്. 2 ഒരു 3 വട്ടെങ്കിലും എഴുതിയിട്ട് ഇങ്ങനെ 3 കുത്തിടുക. ഓക്കെ, അല്ലെങ്കിൽ അതിനെ ചുരുക്കി ഇങ്ങനെ എഴുതാട്ടോ. 5.2 ഡാഷ് എന്ന് എഴുതിയാൽ മതി. ആരാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അതിന്റെ മുകളിൽ മാത്രം ഒരു ഡാഷ് ഇട്ട് കൊടുക്കുക. അതിനർത്ഥം എന്താ? അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കേട്ടോ. അപ്പോ ഓർ എന്നിട്ടിടുവാണെങ്കിൽ 5.2 ഡാഷ് എന്ന് കൊടുത്തുള്ളൂ. അതും സെയിം ആണ്, സെയിം മീനിങ് ആണ്. അങ്ങനെയാണെങ്കിൽ വേറൊരു എക്സാമ്പിള്, അവിടെ തന്നെ വേറൊരു എക്സാമ്പിൾ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറയാം ഒരു എക്സാമ്പിൾ. വേറൊരാൾ പറയൂ. സൻഹ പറഞ്ഞു നോക്കൂ വേറൊരു എക്സാമ്പിള്. 7.3 ഡാഷ്. 7.3 ഡാഷ് എന്ന് പറഞ്ഞാൽ 7.333 മൂന്ന് കുത്തിനെ എലിപ്സിസ് എന്നാ പറയാ കേട്ടോ. എലിപ്സിസ് ഇട്ട് കൊടുക്കണം. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാം? നമുക്ക് 7.3 ഡാഷ് കൊടുത്താൽ മതി. ഇനി വേറെ 1.2121 അങ്ങനെ പോകും. ഇവിടെ ആരാ റിപ്പീറ്റ് ചെയ്യുന്നത്? 21 ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓർന്നിട്ടിട്ട് അതിന് എന്താക്കി എഴുതാം? 1.21ന്റെ മുകളിൽ ഡാഷ്. ആരാണോ റിപ്പീറ്റ് ചെയ്യുന്ന ബ്ലോക്ക്, ആ ബ്ലോക്കാണ് എന്ത് ചെയ്യേണ്ടത്? മുകളിൽ ഇങ്ങനെ ഇടുന്നത്, ഒരു മുകളിൽ ഡാഷ് ഇടേണ്ടത്. അപ്പൊ ഇവിടെ എത്ര എക്സാമ്പിൾ എഴുതി? 1, 2, 3 എക്സാമ്പിൾ ആട്ടോ എഴുതിയത്. 1, 2, 3 എക്സാമ്പിൾ. ഓർന്നിട്ടത് സെയിം സംഭവം വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്തു എന്നുള്ളൂ. അത് ശ്രദ്ധിക്കണേ. 5.2222 എന്ന് പറഞ്ഞാൽ 2 ആണ് റിപ്പീറ്റ് ചെയ്യുന്ന ബ്ലോക്ക് എങ്കിൽ 2ന്റെ മുകളിൽ മാത്രം ഡാഷ്. എന്നാൽ 21 അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ 21ന്റെ മുകളിൽ ഡാഷ്. ഐഡിയ ക്ലിയർ ആണോ? അപ്പൊ ഇങ്ങനെയാണെങ്കിലോ 7.5888 അങ്ങനെ പോവാണെങ്കിൽ ഇതിനെങ്ങനെ ഷോർട്ട് ആയിട്ട് എഴുതുക? ഈ ബ്ലോക്ക് ആയിട്ട് എങ്ങനെ എഴുതുക? ആരെ മുകളിലാണ്? 7. ഇങ്ങനെയാണോ ഇടേണ്ടത്? അതോ 7.58ന്റെ മുകളിൽ മാത്രം ഡാഷ് ഇടണോ? 8ന്റെ മുകളിൽ മാത്രം. കാരണം 8 മാത്രമല്ലേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ഐഡിയ ക്ലിയർ അല്ലേ? അപ്പൊ അതൊക്കെ എന്തിൽ പെടുന്നതാണ്? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗിൽ പെടുന്നതാണ്. ഇനി നമുക്ക് നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗിൽ പെടുന്ന ഒരു നല്ലൊരു എക്സാമ്പിൾ എഴുതാൻ പോവാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഇതിന്റെ എക്സാമ്പിൾ പറ്റുമോ നോക്കുക ആദ്യം. 5.722 722 എക്സെട്ര. ഇത് ഈ വിഭാഗത്തിൽ പറ്റുമോ? പറ്റും. കാരണം എന്താന്ന് പറയുക, ഇവിടെ നമുക്ക് റിപ്പീറ്റിംഗ് ആയിട്ട് ഒരാളും കാണില്ല. ഇപ്പൊ 7 തന്നെ എങ്ങനെ വരുന്നില്ലല്ലോ. അപ്പൊ 7 റിപ്പീറ്റിംഗ് ബ്ലോക്ക് ആയിട്ട് പറയാൻ പറ്റില്ല. 72 പക്ഷെ അടുത്ത 27 ആ വരുന്നത്. 72 അങ്ങനെ വരികയാണെങ്കിൽ ഓക്കെ. പക്ഷെ അത് അങ്ങനെയല്ല. ഇവിടെ എന്താ വെച്ചാൽ ഗ്രാജുവൽ ഗ്രോത്ത് ഉണ്ട്. 72 ആണെങ്കിൽ 7 പിന്നെ 22 വരുന്നത്, പിന്നെ 7 2 വരുന്നത്. അപ്പൊ ഒരിക്കലും അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല. ഒരു പാറ്റേൺ ഉണ്ട്. ശരിയാണ്, ഒരു പാറ്റേൺ ഉണ്ട്. നമുക്കിത് ഇങ്ങനെ വികസിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. അടുത്തത് എന്താ വരിക എന്നറിയോ? 7 2 എന്നിട്ടിട്ട് വരും. അടുത്ത 7 2 ഒരു 5 ഇതുണ്ട്. അവിടെ ഒരു പാറ്റേൺ ഉണ്ട്. നമുക്കിത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഐഡിയ ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? 7 2 വരുന്നുണ്ട്,
അവിടുത്തെ 722 വരുന്നുണ്ട്, 7222 വരുന്നുണ്ട്, അടുത്ത 7222 അങ്ങനെ ഒരു പാറ്റേണിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ റിപ്പീറ്റിംഗ് വരുന്നില്ല. അപ്പൊ ഇത് എന്തിൽ പെടുന്നതാണ്? നോൺ ടെർമിനേറ്റിംഗ് ആണ്, നോൺ റിപ്പീറ്റിംഗ് ആണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? അങ്ങനത്തെ ഒരു 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 എക്സാമ്പിൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞേ. ആർക്കാ തന്നെ ഒന്ന് പറഞ്ഞു നോക്കേ, തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ. 7 പോയിന്റ് 21 211 അല്ല 22 അങ്ങനെ പറഞ്ഞോളൂ. പിന്നെ പോയിന്റിന് ശേഷം നമ്മള് മുഴുവനായിട്ട് വായിക്കില്ല, ഓരോ ഡിജിറ്റേ വായിക്കുള്ളൂ. 211 2111 ഡാഷ് ഇട്ട് കൊടുത്തത്. ഇത് നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റുമോ? ഇങ്ങനെ ഡാഷ് ഇട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം റിപ്പീറ്റ് ചെയ്താലല്ലേ നമുക്ക് ഇങ്ങനെ ഡാഷ് ഇടാൻ പറ്റുള്ളൂ. റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഉണ്ടെങ്കിലേ നമുക്ക് ഇതേപോലെ ഡാഷ് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇത് ഡാഷ് ഇടാനും പറ്റില്ല, ഭീകരനാണ്. അതാണ് ഞാൻ റെഡ് കളർ കൊടുത്തത്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞേ, സൻഹ പറഞ്ഞോളൂ. വേറൊരു എക്സാമ്പിൾ, വേറൊരു ടൈപ്പ്. ഇതിപ്പോ ഇതേ പാറ്റേൺ തന്നെയാണ്. ഇവളിപ്പോ എന്ത് ചെയ്തെന്ന് അറിയോ? 5 എന്നുള്ളോട് 7 കൊടുത്തു, 7 എന്നുള്ളോട് 2 കൊടുത്തു, 1 കൊടുത്തു. അങ്ങനെ ആ പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് വേറെ രീതിയിൽ 52 പോയിന്റ് അങ്ങനെ പറ്റുമോ? പറഞ്ഞോളൂ. 52 പോയിന്റ്. ഇനി ഇതേ പാറ്റേൺ 366 അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിക്കൂടെ? 01 ഉണ്ടോ? അങ്ങനെയൊക്കെ നമുക്ക് പാറ്റേൺ ഉണ്ടാക്കാം. അവിടെ ഒന്നും എന്തില്ല, റിപ്പീറ്റിംഗ് ഇല്ല, പക്ഷെ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നോൺ എൻഡിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ പറ്റും. ഓക്കെ ആണോ? അപ്പൊ ഡിഫറെന്റ് പാറ്റേൺസ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ എത്ര ടൈപ്പ് ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട് ഈ പ്രപഞ്ചത്തിൽ? എത്ര ടൈപ്പ് ഡെസിമൽ നമ്പേഴ്സ് ഉണ്ട്? പറഞ്ഞോളി. എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഉറക്കെ പറഞ്ഞോളൂ. 3 പേര് ഒരുമിച്ച് ഉറക്കെ പറഞ്ഞോളൂ. ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്, നോൺ ടെർമിനേറ്റിംഗ് ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്, നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്. ഈ ഡെസിമൽ നമ്പേഴ്സ് എന്ന് കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ അതൊക്കെ എന്തിൽ പെടുന്നതാണെന്ന് പഠിക്കരുത്. റാഷണൽ നമ്പേഴ്സ്, എല്ലാ ഡെസിമൽ നമ്പേഴ്സ് നമ്മൾ വിചാരിക്കും അങ്ങനെ. കാരണം എന്താ, ഇന്റീജേഴ്സിലെ എല്ലാ പൂർണ്ണസംഖ്യകളും എന്തിൽ വരുന്നുണ്ട്? ശരിക്കും ഇന്റീജേഴ്സിന്റെ മലയാളം ഹോൾ നമ്പേഴ്സിന്റെ മലയാളം എന്താണെന്ന് അറിയോ? ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും 0-ഉം ഈ 1-ഉം കൗണ്ടിങ് നമ്പേഴ്സ് കൂടെ ചേർന്നതാണ്. അതിന് അഖണ്ഡ സംഖ്യകൾ എന്നാ പറയാ കേട്ടോ മലയാളത്തില്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ അത് പഠിപ്പിക്കും. ഹോൾ നമ്പേഴ്സ് ഒരു പ്രത്യേക ഫാമിലി ആയിട്ട്, അത് എന്താ ഒരു 0 ചേർത്തതല്ലേ, അതവിടെ നിൽക്കട്ടെ. ഇന്റീജേഴ്സ് എന്ന് ശരിക്കും പൂർണ്ണ സംഖ്യകൾ എന്നാ ഇന്റീജേഴ്സിന്റെ മലയാളം. നല്ല നല്ല മലയാള. പൂർണ്ണസംഖ്യ പറഞ്ഞാൽ അതിൽ ഡെസിമൽ വരുന്നില്ല. ഡെസിമൽ വരുമ്പോ കഷ്ണം വരും, മനസ്സിലായില്ലേ? നെഗറ്റീവ് ആയാലും അത് പൂർണ്ണമാണ്. അവിടെ ഇപ്പൊ -2.5 എന്ന് വരാൻ പറ്റില്ല, അതൊരു ഇന്റീജർ അല്ല, പൂർണ്ണല്ല, കാരണം അവിടെ ഒരു കഷ്ണം വന്നു. പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോടോ? യെസ്. അപ്പൊ ഇന്റീജേഴ്സിൽ പെടാത്തത് പിന്നെ ആരേ ഉണ്ടാവുള്ളൂ? നമ്മൾ എക്സ്പെക്ട് ചെയ്യുക ഇതിന്റെ ഇടയിലുള്ള ഡെസിമൽ നമ്പേഴ്സ് മാത്രല്ലേ. ആ ഡെസിമൽ നമ്പേഴ്സിനെയാണ് ഞാനിപ്പോ പഠിപ്പിച്ചത്. എന്ത്, ഈ 1x2ന്റെ ഇടയിൽ ഡെസിമൽ നമ്പർ ഉണ്ട്. എന്ത്, 1.22 എന്ന് പറഞ്ഞാൽ 1.22 എന്ന് പറഞ്ഞാൽ 1x2ന്റെ ഇടയിലുള്ള ഡെസിമൽ നമ്പർ ആണ്. 1.545 ഇത് ഏത് നമ്പറിന്റെ ഇടയിലുള്ള ഡെസിമൽ നമ്പർ ആണ്? 1.545 ഇത് ഏത് നമ്പറിന്റെ ഇടയിലുള്ള ഡെസിമൽ നമ്പർ ആണ്? ഏത് ഇന്റീജേഴ്സിന്റെ ഇടയിലുള്ള ഡെസിമൽ നമ്പർ ആണ്? 1ന്റെയും 2ന്റെയും ഇടയിലുള്ള ഡെസിമൽ നമ്പർ ആണ് അല്ലേ? എന്നാ ആയിക്കോട്ടെ. ഇതോ 1.57423158 ഇത് ഏത് നമ്പറിന്റെ ഇടയിലുള്ള ഡെസിമൽ നമ്പർ ആണ്? ഏത് ഇന്റീജേഴ്സിന്റെ ഇടയിൽ? ഞാൻ അടുത്തത് 1.555 അങ്ങനെ 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 പോകുന്നത്. ഇത് ഏത് നമ്പർ? 1x2ന്റെയും ഒക്കെ 1x2 ആണ്. അത് കാരണം 1 ആണ്, 1's പ്ലേസിൽ 1 ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള എല്ലാവരും അടുത്ത വിഭാഗത്തിൽ പെടുന്നു നമ്മൾ വിചാരിക്കും, പക്ഷെ അല്ല. റാഷണൽ നമ്പേഴ്സിൽ ഏതൊക്കെ ടൈപ്പേ വരുള്ളൂ അറിയോ? ടെർമിനേറ്റിംഗും നോൺ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽ. കാരണം അവയെ രണ്ടും A/B ഫോമിൽ എഴുതാൻ പറ്റുള്ളൂ. ഇത് A/B ഫോമിൽ എങ്ങനെ എഴുതുന്നത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കും. അപ്പം ഇത് എന്തായാലും എക്സാമിന് ചോദിക്കും, 9th എക്സാമിന് ചോദിക്കുന്നതാ.
കാരണം അത് പുതിയതായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറിനെ A/B ഫോമിൽ എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ വലിയൊരു ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്തായാലും ഇത് രണ്ടും റാഷണൽ നമ്പേഴ്സിൽ ഉൾപ്പെടുന്നതാണ്. ഇത് അങ്ങനെ A/B ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ്. ഇത് ഇറാഷണൽ നമ്പേഴ്സിലാണ് ഉൾപ്പെടുക. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു വരുമ്പോ ഇത്ര എഴുതി കഴിഞ്ഞോ? യെസ്. ഇത്ര എഴുതി കഴിഞ്ഞെങ്കിൽ പിന്നെ അടുത്തത് ഡെസിമൽ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻ ആണ്. അതിന് മുന്നേ ഈ ഫാമിലി ഒന്ന് എഴുതി വെച്ചേക്ക്. വെറുതെ ഈ നമ്പർ ഫാമിലീസ് ഹെഡിങ് എഴുതിയിട്ട് അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്ക്. നല്ലതാ. ഇതൊന്നും എഴുതണ്ട, ബാക്കി സംഭവങ്ങളൊന്നും. ആരാ തന്നെ ഒന്ന് വായിച്ചോണ്ട് എഴുതോ, എവിടെ എത്തിന്ന് അറിയാൻ വേണ്ടിയാ. സാർ ഇപ്പൊ ഇത് എഴുതാൻ പറഞ്ഞു ഇത് കഴിഞ്ഞല്ലോ, എക്സാമ്പിൾസ് അടക്കം കഴിഞ്ഞില്ലേ? ഞാൻ അടുത്ത നമ്പർ ഫാമിലീസ്. number families. First, counting numbers. ബ്രാക്കറ്റ് അതിനെന്താ പറയാ സംഭവത്തിന്? സ്ലാഷ് natural numbers. or counting numbers or natural numbers. Or natural numbers. മറ്റേ അതിനെന്താ പറയാ? കോളൻ എന്ന് പറയും. കോളൻ, കോമ, 1, 1, 2, 3, 4, etc. Second, integers. ഇൻഡിജേഴ്സ് പറയുമ്പോൾ ഇങ്ങോട്ടും ഇൻഫിനിറ്റി പോകുന്നുണ്ട്, അങ്ങോട്ടും രണ്ടറ്റത്തിലും ഇൻഫിനിറ്റി പോകുന്നുണ്ട്. ഇവിടെയും 3 ഡോട്ട് ഇട്ട് തുടങ്ങുക, ഇവിടെയും ഈ അറ്റത്തും എന്ത് ചെയ്യുക, ഒരു 4 വരെ എഴുതിയാൽ മതി. സിമെട്രിക് ആയിക്കോട്ടെ. 4, 5 എക്സെട്ര അല്ലെ. ഇങ്ങോട്ട് രണ്ട് ഭാഗത്തും 3 കുത്തിട്ട് കൊടുക്കുക. ഈ അറ്റത്ത് 3 കുത്തിട്ട് കൊടുക്കുക, ഈ അറ്റത്ത് 3. ഈ 3 കുത്തിനെയാണ് എലിപ്സിസ് എന്ന് പറയാ കേട്ടോ. എലിപ്സിസ്. അപ്പൊ ഇവിടെ എലിപ്സിസ് ഇട്ടാ ഈ അറ്റത്തും എലിപ്സിസ് ഇടുക. അതായത് രണ്ട് ഭാഗത്തേക്ക് ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നുണ്ട് ഇൻഡിജേഴ്സ്. -4, -3, -2, -1, 0, 1, 2, 3, 4, 5. ഒരിക്കലും നിങ്ങള് -4 തുടങ്ങുക അങ്ങനൊന്നും ഇല്ല കേട്ടോ. അത് ഞാനിപ്പോ എത്ര വേണമെങ്കിലും എഴുതാം. അപ്പൊ ഞാൻ -4 അവസാനിപ്പിച്ചു എന്നുള്ളൂ. 3 national numbers. റേഷ്യോ എന്ന് കേട്ടില്ലേ? റേഷ്യോ പറഞ്ഞാൽ A/B എന്നാണ് അല്ലെ, അല്ലെങ്കിൽ A/B. A/B ആണ് A/B എന്ന് എഴുതാൻ പറ്റും. പിന്നെയാണ് റേഷ്യോ എന്ന് പറയുക. ആ റേഷ്യോയിൽ വരുന്നതാണ്. കാരണം A/B ഫോം അല്ലേ. റാഷണൽ നമ്പേഴ്സ്. The numbers that spelling തെറ്റിക്കരുത്. RATIONAL. The numbers that can be represented in the form A/B represented in the form of A/B, comma, where A and B are integers. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം all integers are rational numbers. പിന്നെയോ ഏതൊക്കെ ഡെസിമൽ നമ്പേഴ്സിൽ തന്നെ ടെർമിനേറ്റിംഗും നോൺ ടെർമിനേറ്റിംഗും എന്തിൽ പെടുന്നതാണ് റാഷണൽ. ആ പോയിന്റ് 3 പോയിന്റ് ഇതിന്റെ അടിയിൽ ഒരു ഏരോ മാർക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റാർ ഇട്ടിട്ട് എഴുതിക്കോളും. ഇവിടെയൊക്കെ എക്സാമ്പിൾസ് ഡയറക്റ്റ് ഡെഫിനിഷൻ തന്നെ എക്സാമ്പിൾസ് ഉണ്ടല്ലോ. ഇവിടെ അങ്ങനെയല്ല, ഒരു പർട്ടിക്കുലർ ഡെഫിനിഷനാണ് കൊടുക്കുന്നത്. അപ്പൊ എക്സാമ്പിൾസ് വേറെ തന്നെ എഴുതണം. അപ്പൊ ഇങ്ങനെ ഇരിക്കും, all integers are rational. All integers are rational numbers. ഓക്കെ. ഇനി അതല്ല, ഇനി ഇൻഡിജേഴ്സിൽ ഉൾപ്പെടാത്ത ആൾക്കാരും റാഷണൽ നമ്പേഴ്സ്. അതാരൊക്കെയാണ്? ഏതൊക്കെ all decimal numbers are rational numbers എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? all decimal numbers are rational numbers ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. കാരണം എന്താ? ഇയാളെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് A/B ഫോമിൽ എഴുതാൻ പറ്റും. ഇയാൾ 9ാം ക്ലാസ്സിൽ പഠിക്കും. ഏത് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള A/B ഫോമിൽ എഴുതാൻ പറ്റുന്നത് എങ്ങനെയെന്ന് 9ാം ക്ലാസ് പഠിക്കും. പക്ഷേ ഇയാളെ 9ാം ക്ലാസ്സിലും പഠിക്കാനില്ല, എവിടുന്നും പഠിക്കാനില്ല. ഇയാളെ A/B ഫോമിൽ എഴുതാൻ പറ്റില്ല. അങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. അപ്പോ അത് മാത്രം എന്തിൽ പെടില്ല. അപ്പം എന്താ എഴുതുക നിങ്ങള്? terminating decimal numbers
ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ് ആർ റാഷണൽ നമ്പേഴ്സ്. അത് എഴുതിക്കോളൂ. ടെർമിനേറ്റിംഗ് അല്ലെങ്കിൽ ഫോളോയിങ് ഇങ്ങനെ എഴുതിക്കോളൂ. അതാണ് നല്ല. ഒരു മിനിറ്റ്. ഫോളോയിങ് ഡെസിമൽ നമ്പേഴ്സ് ആർ റാഷണൽ നമ്പേഴ്സ്. ഫോളോയിങ് ഡെസിമൽ നമ്പേഴ്സ് ആർ റാഷണൽ നമ്പേഴ്സ്. എന്താ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കണം കേട്ടോ അടിയിൽ. റാഷണൽ നമ്പേഴ്സ് നല്ല വൃത്തിയിൽ എഴുതണേ. ഏതൊക്കെയാണത്? ഏതൊക്കെയാ പറഞ്ഞോളൂ, നിങ്ങൾ പറയണം. ഫോളോയിങ് ഡെസിമൽ നമ്പേഴ്സ് ആർ റാഷണൽ നമ്പേഴ്സ്. ഏതൊക്കെയാണ് ആ റാഷണൽ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്, Non-terminating repeating. ഡെസിമൽ നമ്പേഴ്സ്. ബി നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്. റിപ്പീറ്റിംഗ്. അതും കൂടെ പറയാൻ പറഞ്ഞു. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിങ്ങിന് വേറൊരു വാക്കും നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. റിക്കറിംഗ് എന്ന് പറയും. ഇപ്പൊ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല, വെറുതെ എന്താ ആവശ്യമില്ലാത്ത വാക്ക് വേണ്ടല്ലോ, അതാവുമ്പോൾ തലയിൽ കയറൂല. റിപ്പീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഫോളോയിങ് ഡെസിമൽ നമ്പേഴ്സ് ആർ റാഷണൽ നമ്പേഴ്സ്. ടെർമിനേറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ്. അത് റാഷണൽ നമ്പേഴ്സിന് ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പൊ എത്ര പറയാല്ലേ, നമുക്ക് ഏതും പറയാം. റാഷണൽ നമ്പേഴ്സിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കി പറയാൻ പറ്റും. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ചോദ്യം ചോദിക്കട്ടെ. 5.2 dash, is it a rational number? യെസ് അല്ലേ? കാരണം എന്താ, അതിന് എബി ഫോമിൽ എഴുതാൻ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ അങ്ങനെ എബി ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സ് ആണ്. അത് തന്നെയാണ് അതിന്റെ കാരണം പറയേണ്ടത്. ഇനി ലാസ്റ്റ് ഫൈനൽ ടൈപ്പ് ഓഫ് ഫാമിലി, ഇർറാഷണൽ നമ്പേഴ്സ്. എഴുതി വെച്ചോ. ഇർറാഷണൽ ഉണ്ട് കേട്ടോ, എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് നമ്പേഴ്സ്. ഇർറാഷണൽ നമ്പേഴ്സ് എഴുതി കഴിഞ്ഞെങ്കിൽ യെസ് പറയാം. ഇർറാഷണൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ എന്താവും? The numbers that cannot be represented in the form a by b or a and b are integers അല്ലേ? അപ്പം അതായത് റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത റിയൽ നമ്പേഴ്സിനെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാറ് ശരിക്കും. അപ്പൊ ഒരു റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൂടെ വരും അല്ലേ? തൽക്കാലം എങ്ങനെ ഇത് ഇറാഷണൽ നമ്പേഴ്സിന് എക്സാമ്പിൾ മാത്രം എഴുതിയാൽ മതി കേട്ടോ. അതിന്റെ ഡെഫിനിഷൻ എഴുതി നിങ്ങൾ എന്ത് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. ഇറാഷണൽ നമ്പേഴ്സിന്റെ എക്സാമ്പിൾസ് ഡെഫിനിഷൻ ഏതാണോ? നമ്പേഴ്സ് ദാറ്റ് ക്യാൻ. അവിടെ ഒരു ചെറിയ കാര്യം വരും. ദ റിയൽ നമ്പേഴ്സ് എഴുതിക്കോളൂ. ദ റിയൽ നമ്പേഴ്സ്. ആ റിയലിന്റെ പ്രത്യേകത എന്താ? റിയൽ അല്ലാത്ത നമ്പേഴ്സ് ഉണ്ട്, അതൊക്കെ പിന്നീട് നിങ്ങൾ പഠിക്കും കേട്ടോ, ഞാൻ പറഞ്ഞുതരും. ദ റിയൽ നമ്പേഴ്സ് ദാറ്റ് ആർ നോട്ട് റാഷണൽ നമ്പേഴ്സ്. The real numbers that are not rational numbers are irrational numbers. അതായത് എ ബൈ ബി ഫോമിൽ എഴുതാൻ പറ്റുന്ന റിയൽ. അവിടെയാണ് ദ റിയൽ എന്ന് പറഞ്ഞൊരു നമ്പർ വന്നില്ലേ. ഇനി നിങ്ങൾ +1 എത്തണം. +1 എത്തുമ്പോൾ നിങ്ങൾ 2 ടൈപ്പ് നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സിൽ പെടുന്നതാണ് ഇതൊക്കെ. പിന്നെ നോൺ റിയൽ, അതായത് ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പ് നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചുകൂടെ ഹയർ ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങൾ പഠിക്കും. അതുകൊണ്ട് ആ ഡെഫിനിഷനിൽ ഒരു തെറ്റും ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഈ റിയൽ എന്നുള്ള വാക്ക് ഇവിടെ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി, നമ്പേഴ്സ് ദാറ്റ് ആർ നോട്ട് റാഷണൽ നമ്പേഴ്സ്. അപ്പൊ പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. ഈ റിയലിന്റെ കാര്യം നിങ്ങൾ കുറച്ചുകൂടെ വലുതാവട്ടെ, എന്നിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ ദ നമ്പേഴ്സ് ദാറ്റ് ആർ നോട്ട് റാഷണൽ നമ്പേഴ്സ്. ക്ലിയർ ആണോ? ഡെഫിനിഷൻ വേറെ ആരെയും കണ്ടാൽ ഇതെന്താ ഈ സാർ ഇങ്ങനെ എഴുതി തന്നത്, അപ്പൊ കോംപ്ലക്സ് നമ്പേഴ്സ് ഇല്ലേ എന്നൊക്കെ ചോദിക്കാതിരിക്കാൻ വേണ്ടി സേഫ് ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് എഴുതിയ. ഇതാവുമ്പോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റാ. മനസ്സിലാക്കാൻ എത്ര മനസ്സിലാക്കിയത്? ദ നമ്പേഴ്സ് ദാറ്റ് ആർ നോട്ട് റാഷണൽ നമ്പേഴ്സ് ആർ ഇറാഷണൽ നമ്പേഴ്സ്. ഈസി അല്ലേ? ഞാൻ ചോദിക്കുമ്പോഴും നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി. നമ്പേഴ്സ് ദാറ്റ് ആർ നോട്ട് റാഷണൽ നമ്പേഴ്സ് ആർ ഇറാഷണൽ നമ്പേഴ്സ്. എഴുതി വെച്ചോ? അതിന് എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ?
എക്സാമ്പിൾസ് നോൺ ടെർമിനേറ്റിംഗ് പറഞ്ഞോളൂ. Non-terminating, non-repeating decimal numbers are irrational numbers. എഴുതിക്കോളൂ. All non-terminating, non-repeating അതൊരൊറ്റ ടൈപ്പാണ് കേട്ടോ. നോൺ ടെർമിനേറ്റിംഗ് വേറെ, റിപ്പീറ്റിംഗ് വേറെ, അങ്ങനെയല്ല. നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പേരാണ്. നോൺ റിപ്പീറ്റിംഗ് ഒറ്റ പേരാണ്, ഐഫോൺ ഇട്ടാൽ മതി. നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ നമ്പേഴ്സ് ആർ ഇറാഷണൽ. അതിനൊരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എക്സാമ്പിൾ എഴുതിയ. നേരത്തെ നമ്മൾ കുറെ എഴുതിയല്ലേ. 1.0100100001 ഒരു പാറ്റേണിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് 3 കുത്തിടുക. സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. പറട്ടെ. ഈ 9th എന്ത് പഠിക്കുന്ന റേഞ്ച് പോയി, മീൻസ് എന്ത് പഠിക്കുന്നില്ല, ഇത് ഇനി എങ്ങനെയാണ് റേഷണൽ നമ്പേഴ്സ് ഒക്കെ എഴുതുക പഠിക്കുന്ന പറഞ്ഞത്? അതായത് ഇയാളെ നമുക്ക് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ നമ്പർ A/B ഫോമിൽ എഴുതാൻ പറ്റുന്നല്ലേ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ അത് റാഷണൽ നമ്പർ ആവുന്നത് അല്ലേ. ഇത് A/B ഫോമിലാക്കാൻ വളരെ എളുപ്പമായിരുന്നു. എന്താ 50/10 എഴുതിയാൽ പോരായിരുന്നോ? A/B ഫോമിലായില്ലേ, 52.3. പക്ഷേ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാം. 5.222 ഇങ്ങനെ വരുന്ന സാധനത്തിനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, A/B ഫോമിൽ എഴുതാൻ പറ്റില്ല. പക്ഷെ ആക്കാൻ പറ്റും. അത് നിങ്ങൾ 9th ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്, മനസ്സിലായോ? എന്നാൽ ഇവയെ ഒന്നും A/B ഫോമിൽ ആക്കാൻ പറ്റില്ല. ഈ ലാസ്റ്റ് ഉണ്ടല്ലോ, ഇതിനെ A/B ഫോമിൽ ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഇറാഷണൽ നമ്പറിൽ പെട്ടാണ്, റാഷണൽ നമ്പറിൽ പെട്ടല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ആവശ്യമുള്ളവർ അങ്ങനെ ചോദിച്ച് തന്നെ മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്ര വട്ടം ഏതും കാര്യം എന്നോട് ചോദിക്കാം കേട്ടോ. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയാൽ ഒന്നും ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. അല്ലാതെ സാറേ ഞാനത് കേട്ടില്ല, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സാറേ ഞാനത് കേട്ടില്ലേ, ഞാനത് വന്നില്ലേ, ഞാൻ വിമാനത്തിലായിരുന്നു എന്നൊന്നും പറയരുത്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ക്ലാസ്സിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ച് ഓരോന്ന് അരച്ച് കലക്കി കുടിച്ച് പഠിച്ചു പോവാ. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞോ? ഇനി പിന്നെ വേറെ ഉണ്ട്, √5 അങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വേണമെങ്കിൽ വെറുതെ കോമ എഴുതിക്കുള്ളൂ. √2, √3, √5, √7, √8, √10 എക്സെട്ര കൊടുത്തോളൂ. ഇതിൽ പെടാത്ത, ഇതിൽ ഈ ഇത്രയും ഉള്ള നമ്പേഴ്സിൽ ഇല്ലാത്തത് ഏതൊക്കെയായിരുന്നു? √1 പറഞ്ഞാൽ 1 ആണ്, അപ്പൊ അത് അതിൽ പറ്റൂല. √1 പറഞ്ഞാൽ 1 ആണ്. √2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു നമ്പർ കിട്ടുക. കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, മനസ്സിലാവും. √3, √5, √4 എന്ന് പറഞ്ഞാൽ പക്ഷെ 2 ആണ്, അപ്പൊ അത് ഇതിൽ ഉൾപ്പെടില്ല. കണ്ടോ, ഇതിൽ √4 എഴുതിയില്ല. അതേപോലെ ഇതിൽ എഴുതാത്ത വേറൊരു 10 വരെയുള്ള വേറൊരു നമ്പർ എഴുതിയില്ല. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഞാൻ വിട്ടുപോയതാ, മറന്നുപോയതാ. √6 പറഞ്ഞാൽ ഒരു നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആ വരിക. √9 എന്ന് പറഞ്ഞാൽ 3 ആണ്, അപ്പൊ അത് പറ്റൂല, ഇതിൽ പറ്റില്ല. അല്ലാത്ത ഏത് നമ്പറിന്, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലാത്ത ഏത് നമ്പറിന്റെ റൂട്ട് എന്താണ്, എന്തിൽ പെടും? ഈ ഇറാഷണൽ നമ്പേഴ്സിൽ പെടും. അത് വേണമെങ്കിൽ എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് ഇത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്ക്വയർ റൂട്ട് ഓഫ് എനി നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് പറഞ്ഞാല് 4, പിന്നെന്താ 3ന്റെ സ്ക്വയർ എത്ര 9, പിന്നെ 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. ഇതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അതിനൊക്കെ റൂട്ട് ഉണ്ട്. √4 എത്ര 2 ആ, √9 എത്രയാണ് 3 ആണ്, √16 എത്ര 4 ആണ്, √25 എത്ര 5 ആണ്. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലാത്ത നമ്പേഴ്സിന്റെ ഒക്കെ റൂട്ട്, സ്ക്വയർ റൂട്ട് ഓഫ് എനി നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഇത് ഞാൻ വീണ്ടും പറയൂ കേട്ടോ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഞാൻ ജസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. സ്ക്വയർ റൂട്ട് ഓഫ് എനി നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, അത് ഏതാണ്? രണ്ടാമത്തെ എക്സാം. അതിന് കുറച്ച് ഉദാഹരണം പറഞ്ഞു. √10, √8 ഒക്കെ നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്.
പെർഫെക്റ്റ് സ്ക്വയേഴ്സ് പറഞ്ഞാൽ ഇതാണ് മക്കളെ. ഇത് 1 into 1 1, 2 square 4, 3 square എത്രയാ 9, 4 square 16, 5 square എത്രയാ പറഞ്ഞോളൂ. 5 square എത്രയാ? 5 square 25, 20 square 36, 7 square. 49, ഇതൊക്കെ എന്തിൽ പെടുന്ന ആളാണ്? പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയേഴ്സ് ആണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയേഴ്സ്. ഈ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനൊക്കെ റൂട്ട് ഉണ്ടാവും. റൂട്ട് 1 എത്രയാണ്? 1. റൂട്ട് 4 എത്രയാണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. എന്തിനെ സ്ക്വയർ എടുത്താലാണ് 4 കിട്ടാൻ നോക്കിയാൽ മതി. റൂട്ട് 4 എത്രയാണ്? 2. റൂട്ട് 9 എത്രയാണ്? 3, റൂട്ട് 16 എത്രയാണ്? 4, റൂട്ട് 25. 5, റൂട്ട് 36. 6, റൂട്ട് 49. 7. ആണോ? അപ്പൊ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനൊക്കെ റൂട്ട് ഉണ്ട്. എന്നാൽ നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, ഉദാഹരണത്തിന് 3 ഒരു നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സാ. ഒരു നമ്പറിനെ സ്ക്വയർ ചെയ്താലും 3 കിട്ടൂല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ റൂട്ട് എന്താവും? ഒരു ഇറേഷണൽ നമ്പർ ആയിട്ടാ വരിക. ഒരു നോൺ ടെർമിനേറ്റിംഗ് നോൺ ഡെസിമൽ നമ്പർ ആ വരിക. അത് കാൽക്കുലേറ്റർ പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിർത്തും. ChatGPT-യിലൊക്കെ ഇട്ട് നോക്കണം. ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് വരും. ഓക്കെ, ഇപ്പൊ നോക്കൂ കേട്ടോ. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സമയം 3 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പൊ റൂട്ട് 3 നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ എന്താ ആൻസർ കിട്ടുക നോക്കുക. ഇതിന്റെ 3ന്റെ റൂട്ട് എഴുതി കഴിഞ്ഞാൽ കണ്ടോ എന്താ? ഒന്ന് വായിച്ചേ. ഒന്ന് വായിക്കാൻ പറ്റുമോ? ഉറക്കൊന്ന് വായിച്ച് രസാക്കിട്ട് അവസാനിപ്പിക്കാം നമുക്ക്. ഒന്ന് വായിച്ചേ, ഉറക്കം വായിച്ചേ. 1, 1, 7, 3, 2, 0, 5, 0, 8, 0, 7, 5, 6, 8, 8, 7, 7, 2, 9, 3, 5, 2, 7, 4, 4, 6, 3, 4, 1, 5, 0, 5, 9. അവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ ഇത് ടെർമിനേറ്റിംഗ് ഡെസിമൽ ആയില്ലേ? പക്ഷെ ഇത് കാൽക്കുലേറ്ററിന് അത്ര സ്ഥലമുള്ളൂ. അതുകൊണ്ടാ നിങ്ങൾ കുറച്ചുകൂടെ റൂട്ട് 3 നമ്മൾ ChatGPT-യിൽ വെച്ച്. ChatGPT എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ജെമിനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? നിങ്ങൾ അതിന്റെ ലോകത്താണ് നിങ്ങൾ വീണ് അല്ലെ, ജനിച്ച് വീണ തന്നെ. അപ്പൊ അതിലിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡെസിമൽ പ്ലേസ് നമുക്ക് കിട്ടും. ഇതിപ്പോ കാൽക്കുലേറ്ററിൽ ഇത്ര സ്ഥലം ഉണ്ടായതുകൊണ്ട് ഇവിടെ അവസാനിപ്പിച്ച ഇത്ര സ്ഥലം ഉള്ളൂ. റൂട്ട് 3 ഒന്നും അവസാനിക്കാത്തൊരു നമ്പറാ കിട്ടുക. നോൺ ടെർമിനൽ. ഇതിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ടോ? നിങ്ങൾക്ക് കാണൂല. ഒരു റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഇതിൽ കാണൂല. അപ്പൊ ഏത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത ഏത് നമ്പറിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു നമ്പറാ കിട്ടുക. അത് അവസാനിക്കൂല. അത് ഇവിടെ വെച്ച് കാൽക്കുലേറ്റർ അവസാനിപ്പിച്ച അതിന് അത്ര സ്പേസ് ഉള്ളൂ. അതുകൊണ്ടാ. അപ്പോ സ്ക്വയർ റൂട്ട് ഓഫ് എനി നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വിൽ ബി ആൻ ഇറേഷണൽ നമ്പർ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കിയേ, നമുക്ക് അവസാനിപ്പിക്കാം. എന്താ നമ്മൾ ഇന്ന് കാര്യമായിട്ട് പഠിച്ചത് നോക്കിയേ. നമ്മൾ ആദ്യം ഫ്രാക്ഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ ചെയ്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് ശരിക്കും അറിയണം കേട്ടോ. ഇനിയിപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു വർക്ക്ഷീറ്റ് തരും. വർക്ക്ഷീറ്റ് നാളെ ഞാൻ ഗ്രൂപ്പിലിടും. ഓക്കെ, നാളെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ആ വർക്ക്ഷീറ്റിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ബേസിക്കലി ഫ്രാക്ഷന്റെ എല്ലാ മാനിപ്പുലേഷൻസും അതിലിടും. ഫ്രാക്ഷൻസിന്റെ ഓപ്പറേഷൻസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷന്, അഡീഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലിടാം. പിന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ a/b+c എന്ന് പറഞ്ഞ ഈ ഫോമിലുള്ള ചോദ്യങ്ങൾ ഇടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെസിമൽ നമ്പേഴ്സിനെ പറ്റിയുള്ള കുറച്ച് ഒരു MCQ ക്വസ്റ്റ്യൻസും ഞാൻ അതിലിടാം. ഓക്കെ അല്ലേ? ഐഡിയ ക്ലിയർ അല്ലേ? ഈ നോൺ റിപ്പീറ്റിംഗ് ഇല്ലേ? നോൺ റിപ്പീറ്റിംഗ് നമ്പേഴ്സ് എന്തായിരുന്നു? റിപ്പീറ്റ് ചെയ്യാത്തതല്ലേ ഒരു ഇതില്? നോൺ റിപ്പീറ്റിംഗ് ഇവിടെ നമ്മൾ കണ്ടില്ലേ? ഇവിടെ ഒരു പ്രത്യേക റിപ്പീറ്റേഷൻ വരുന്നില്ലല്ലോ. 72 അങ്ങനെ വരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്. 72 പിന്നെ 722 പിന്നെ 7200 അങ്ങനെയല്ലേ വരുന്നത്. പാറ്റേൺ ഉണ്ട്, പക്ഷെ എന്തില്ല? റിപ്പീറ്റേഷൻ വരുന്നില്ല. അപ്പൊ സാറേ ഇവിടെ 7 റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതല്ല ഞാൻ റിപ്പീറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് ബ്ലോക്ക് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ 72 അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. വേറെ ഒന്നും അതിൽ വരാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? 714 അതൊരു റിപ്പീറ്റിംഗ് ബ്ലോക്ക് ആണ്. ഈ 714 ആണ് അവിടുത്തെ റിപ്പീറ്റിംഗ് ബ്ലോക്ക്. നേരെ മറിച്ച് എവിടെയെങ്കിലുമൊക്കെ 7 ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല, പിന്നെ ഒരു പാറ്റേൺ ഒന്നും വന്നിട്ട് കാര്യമില്ല. അതാണ് നോൺ റിപ്പീറ്റിംഗ് വരിക. അപ്പൊ അതിനെ നോൺ റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ആണോ? ക്ലിയർ ആണോ?
ഓക്കെ ആണ് സർ. ഇത് നന്നായിട്ട് പഠിക്കണം. ഇത് നന്നായിട്ട് നിങ്ങൾ നോട്ട് നോക്കണം കേട്ടോ. നന്നായിട്ട് നോട്ട് നോക്കിക്കഴിഞ്ഞാലേ നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ. ഡെസിമൽ നമ്പേഴ്സ് 3 ടൈപ്പ് ഉണ്ട്: ടെർമിനേറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ്, റിപ്പീറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിപ്പീറ്റിംഗ്. പിന്നെ ഈ ഇൻറ്റീജർ എന്താ, റേഷണൽ നമ്പേഴ്സ് എന്താ, റേഷണൽ നമ്പേഴ്സിൽ ഇതിൽ നിന്നുള്ള MCQ ആവും ഞാൻ ചോദിക്കുക കേട്ടോ. ഇതിൽ നിന്നുള്ള MCQ ഞാൻ നിങ്ങൾക്ക് വർക്ക്ഷീറ്റിൽ ഇടും. അപ്പോൾ ശരിക്കും ഒന്ന് വായിച്ചാൽ മതി ആ സമയത്ത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. നോട്ട്സ് എല്ലാവരും ഇപ്പൊ എന്നെ PDF ആയിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ടേ. ഇപ്പൊ തന്നെ ഇട്ടോളൂ. നമുക്ക് ടൈം ടേബിൾ ഫിക്സ് ചെയ്യാം അല്ലേ. ഇനി ഇപ്പൊ നമുക്കിപ്പോ സൗകര്യമുള്ള ടൈം ഇങ്ങനെയാ. ഞാൻ നിങ്ങൾക്ക് ടൈം ടേബിൾ, അടുത്ത വീക്കിലെ ടൈം ടേബിൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ വീക്കിലെ 3 സെഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലോ. അടുത്ത വീക്കിലെ 3 സെഷൻസിന്റെ ടൈം ടേബിൾ ഞാൻ പറഞ്ഞുതരാം. വർക്ക്ഷീറ്റിന്റെ കൂടെ ഞാൻ അത് ഇടാം. സാറേ അയച്ചു. അയച്ചോ? ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് വർക്ക്ഷീറ്റ് ഉണ്ടാവും. നിങ്ങൾ വർക്ക്ഷീറ്റ് നാളെ ഞാൻ ഉച്ച ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അയക്കും, ഗ്രൂപ്പിൽ അയക്കും. നിങ്ങൾ രാത്രി ആകുമ്പോഴേക്കും അത് എനിക്ക് സെൻഡ് ചെയ്ത് തരണം കേട്ടോ, വർക്ക്ഷീറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ ആകുന്നവർ ലീവ് ചെയ്തോളൂ. ബൈ.